എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ആക്ടർ, ഇളന്തരവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം മികച്ച നടനാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവിടേക്ക് എനിക്ക് ആളിനെ മനസ്സിലായില്ലായിരുന്നു. പക്ഷേ അതൊരു അദ്ദേഹത്തിൻ്റെ പ്രതിഭ ചെറുതല്ല. നമ്മൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ പടമില്ലേ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ എനിക്ക് പറയാൻ തോന്നിയില്ല. സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇപ്പം ഓണത്തിനൊക്കെ ഉണ്ടല്ലോ, ഇപ്പം അത് കടലിലാണ് കഥ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 13 പേര് ബോട്ടിൽ പോകുന്നൊരു കഥയാണ്. കടലിൻ്റെ നടുക്ക് നമുക്ക് കാരവം കൊണ്ടിടാനോ അല്ലെങ്കിൽ ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പരിചയിച്ച് ശീലിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല. അപ്പം കഥ അവർക്ക് അങ്ങ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കംഫർട്ടബിൾ ആക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കാലഘട്ടത്തിലും ചരിത്രം അന്വേഷിച്ച് പോകുന്നവന് കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. മനകൾ, അമ്പലങ്ങൾ, രാജശാസനങ്ങൾ. ഒരിക്കലും ഈ ചാളയിലേക്കോ ഇല്ലെങ്കിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുടിലുകളിലേക്കോ കുറ്റിച്ചെടികൾക്കിടയിലേക്കോ പോയിട്ട് ഒരു തെളിവുകളും ചരിത്രം ഉണ്ടാക്കാനായിട്ട് ഇതൊന്നും കിട്ടുന്നില്ല. അതൊരു അതെ, ചുരുള് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ്. ചിലപ്പോൾ ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ സോ കോൾഡ് ഹൈറാർക്കിയിൽ ചിലപ്പോൾ ഉയർന്ന പൊസിഷനിലായിരിക്കാം, മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾ താഴെയായിരിക്കാം. എന്നാൽ പോലും അവർക്ക് സുപ്പീരിയോറിറ്റി കിട്ടേണ്ട ഒരു കോംപ്ലക്സ് അവരുടെ ഉള്ളിൽ ഉണ്ടല്ലോ. അത് വർക്ക് ചെയ്യുന്ന സീൻസ് ഇതിനകത്ത് സർക്കാരിൻ്റെ പ്രോജക്റ്റിൽ ചെയ്യുന്നത് സിനിമയല്ലേ. നമുക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ ആഘോഷമൊന്നും ഇല്ലാതെ പണ്ട് നമ്മുടെയൊക്കെ ചില അധ്യാപകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരുപാട് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് കുറയും എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി ആ സിനിമ നല്ലതാണെങ്കിൽ അതിൻ്റെ ഓഡിയൻസിനെ അത് റീച്ച് ചെയ്യുന്നതിനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ നമ്മളൊരിക്കലും ആ സിനിമയെ വിട്ടുകൊടുക്കാണ്ടിരിക്കുക. നമ്മൾ ജസ്റ്റ് ഫൈറ്റ് ഫോർ യുവർ ഫിലിം. ഇഫ് യു ട്രസ്റ്റ് ഇൻ ഇറ്റ്, ഫൈറ്റ് ഫോർ ഇറ്റ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് കരിക്കിനെ കുറിച്ചും ആവാസവ്യത്തിനെ കുറിച്ചാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നതോട് ഞാൻ ഒരുപാട് നേരം, കാരണം അവർക്ക് ചേട്ടാ ഞങ്ങൾക്ക് പക്ഷേ അത് ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ, നമ്മുടെ ഇത്രയൊന്നും ബഡ്ജറ്റില്ല. അപ്പം ഞാൻ അവരോട് പറയും, എനിക്ക് ആവാസവ്യം ചെയ്ത ബഡ്ജറ്റ് അറിയാമോ? ഇല്ല. നീ ഈ പറഞ്ഞതിനെയൊക്കെ കാട്ടി വളരെ ചെറിയ ബഡ്ജറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. ചുരുൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത് രാജേഷ് ഏട്ടനും രാഹുൽ ഏട്ടനുമാണ്. സ്വാഗതം മീഡിയ വണ്ണിലേക്ക്. നമസ്കാരം. ചുരുൾ എന്ന് പറയുന്ന സിനിമ കേരള സർക്കാരിൻ്റെ നിർമ്മാണ സംരംഭങ്ങളിലൊന്നാണ്. അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൂടെ അതിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് എൻ്റെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ചുരുളിലെ 2 പോലീസുകാരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചുരുൾ? അരുൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹം ഇതിനകത്ത് ഈ സബ്ജക്റ്റ് വളരെ, കാരണം നമ്മൾ ഈ ചരിത്രം നമ്മൾ അന്വേഷിച്ചെപ്പോഴും പോകുമ്പോൾ ചരിത്രത്തിനൊരു പരിമിതിയുണ്ട്. കാരണം അത് നമുക്ക് ഏത് കാലഘട്ടത്തിലും ചരിത്രം അന്വേഷിച്ച് പോകുന്നവന് കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. മനകൾ, അമ്പലങ്ങൾ, രാജശാസനങ്ങൾ. ഒരിക്കലും ഈ ചാളയിലേക്കോ ഇല്ലെങ്കിൽ കുറ്റിച്ചെടികൾക്കിടയിൽ കുടിലുകളിലേക്കോ കുറ്റിച്ചെടികൾക്കിടയിലേക്കോ പോയിട്ട് ഒരു തെളിവുകളും ചരിത്രം ഉണ്ടാക്കാനായിട്ട് ഇതൊന്നും കിട്ടുന്നില്ല. അതെ, ചരിത്രം ഉണ്ടാക്കാൻ ഇറങ്ങിവരും ഇല്ല. പിന്നെയും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ചരിത്രങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴായിരിക്കും ഈ ഇത്തരത്തിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കിട്ടുന്നത്. നമ്മുടെ കലകളിൽ പോലും നമ്മളിപ്പോൾ കലയുടെ സൗന്ദര്യം തന്നെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുഴുവനും നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ അറിയാം. തുളസിത്തറയും ചാണകം മെഴുകിയ അടുക്കള, അതിനകത്ത് മറ്റേ കോലം വരച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില ബിംബങ്ങളാണ്. ഇപ്പോൾ കലകളാണെന്നുണ്ടെങ്കിൽ പോലും കഥകളിയും കൂടിയാട്ടവും ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യ കലകളെന്ന് പറയുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിനൊക്കെ ഊർജ്ജം തന്ന ഒരു സ്പേസ് ഉണ്ട്. അത് നമ്മുടെ കലകളായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ പാരമ്പര്യമെന്നൊന്നും നമ്മളതിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറേ ആളുകൾ അത് ഫൈറ്റ് ചെയ്ത്
ഇത് സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇല്ലെങ്കിൽ അത്തരത്തിൽ വീക്ഷണമുള്ള മനുഷ്യർ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അരുൺ ഈ ചരിത്രം അന്വേഷിച്ച് പോകുന്നു. 3 കാലഘട്ടമാണ് അല്ലേ? അതിൽ ഈ പ്രസന്റ് ഡേയിലാണ് ഞങ്ങൾ രണ്ടുപേരും പ്രസന്റ് ഡേയിലെ ആളുകളാണ്. പക്ഷേ ആ ചരിത്രവും അതിൻ്റെ വേരുകളും ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഭീകരതയും അതിൻ്റെ ഭീകരതയും കാരണം ഒരുപാട് നമ്മളിൽ ഇടപെടുന്നുണ്ട് ആ സിനിമ. അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് നമ്മളിൽ പോലും ഇടപെടുന്നുണ്ട്. അത് ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രകടമായിട്ടൊന്നും വേണ്ട, വളരെ സൈലൻ്റായിട്ട് ബിഹേവ് ചെയ്താൽ മതി എന്ന് അരുൺ പറഞ്ഞു. അതിൽ തന്നെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും നമ്മളും ഈ പാരമ്പര്യമായിട്ട് നമ്മളും ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നമ്മളുടെ ഉള്ളിലും കുഴിച്ചു മൂടാത്ത വർഗീയ ബോധം അത് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ തലമുറ ഞങ്ങളെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ഇതല്ല എന്നുള്ളത്. പക്ഷെ ഒരു ഞങ്ങൾ ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ പഠിപ്പിച്ച ഇല്ലെങ്കിൽ നമ്മൾ കണ്ട് ഇതാണ് മികച്ചതെന്ന് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. അതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതും കൂടി ചേർത്താണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ അനുഭവിച്ചത് ഇതൊക്കെ. പക്ഷെ അതൊന്നുമല്ല മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രമെന്ന്. ചുരുള് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ്. ഈ ചരിത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ചരിത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട്. വില്ലേജ് ഓഫീസുകളിൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ, പല രജിസ്റ്റർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പ്രമാണത്തിൽ രേഖകളായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട്, പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട്. പക്ഷേ ഈ ചുരുള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അന്വേഷിച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനൊരു ചരിത്രമുണ്ട് എന്നുള്ളൊരു ഇത് കിട്ടുന്നത്. ഇത് നടന്ന സംഭവത്തിന് അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. നടന്ന സംഭവമാണ്. ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് വിസ്മരിക്കപ്പെട്ട ചരിത്രത്തിൽ കൊച്ചു കൊച്ചു കഥകളായിട്ട് നമ്മൾ പലയിടത്തും ഇത് കേട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ 2 പോലീസുകാരുടെ വേഷമാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ട്രെയിലറിൽ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് അത് ആ ഒരു വ്യവസ്ഥിതിയോടുകൂടെയുള്ള ഒരു കലഹമാണ്. അതായത് ഈ പറയുന്ന നായകൻ നമ്മൾ ഇതിനകത്ത് വിശേഷിപ്പിക്കുന്ന ആളും ആ ഒരു ഗ്രാമവും ഈ സിസ്റ്റത്തോട് ഫൈറ്റ് ചെയ്യുന്നതാണ് കഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡിലേക്കാണോ കഥാപാത്രങ്ങളുള്ളത്? ഇതിനകത്ത് ഹൈറാർക്കി പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഈ ജാതീയമായത് പറയുമ്പോഴും ഇതിനകത്ത് ഹൈറാർക്കി എന്നുള്ളൊരു സാധനമുണ്ട്. ചിലപ്പം ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ സോ കോൾഡ് ഹൈറാർക്കിയിൽ ചിലപ്പോൾ ഉയർന്ന പൊസിഷനിലായിരിക്കാം, മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾ താഴെയായിരിക്കാം. എന്നാൽ പോലും അവർക്ക് സുപ്പീരിയോറിറ്റി കിട്ടേണ്ട ഒരു കോംപ്ലക്സ് അവരുടെ ഉള്ളിൽ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്ന സീൻസ് ഇതിനകത്ത്. ഞാൻ ശരി രാജേട്ടൻ പറഞ്ഞത് വലിയ കാര്യങ്ങളാണ്. ഞാൻ ഈ സിനിമയിൽ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്ന ആളാണ്. എൻ്റെ കഥാപാത്രം വേറൊരാൾ ചെയ്യേണ്ടതായിരുന്നു. ഷൂട്ട് തുടങ്ങുന്ന 2 ആഴ്ച മുമ്പാണ് അരുൺ വിളിക്കുകയും ഞാൻ ആ സമയത്ത് ആവശ്യം കഴിഞ്ഞിട്ട് എന്ത് അടുത്തതെന്നുള്ള രീതിയിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ തിരക്കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് അനാവശ്യമെന്ന് തോന്നി. ഞാൻ അത് കഴിഞ്ഞ് അരുണിനോട് സംസാരിച്ചു. അപ്പോൾ അത് വായിക്കുമ്പോഴും അനാവശ്യമെന്ന് തോന്നുന്ന ഒരൊറ്റ സീൻ പോലും ഇല്ല. ഓരോ സീനിലും എന്തോ പറയാൻ ഉദ്ദേശിക്കുമല്ലോ, അല്ല ചുമ്മാ ശരി നമുക്ക് ഇങ്ങനൊരു സീൻ ഇവിടെ എഴുതിയേക്കാം, അങ്ങനൊരു സീൻ അതിനകത്തില്ല. ഇതിനകത്ത് ആദ്യം ഒരു ക്രൈം കാണിക്കുകയും അത് വളരെ പെരിഫറലായിട്ട് തുടങ്ങി അതിൻ്റെ ഇൻഡത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ആ ഇൻഡത്തിലേക്കുള്ള ഒരു അനാലിസിസിലാണ് ഈ പറഞ്ഞ കണക്ക് 3 കാലഘട്ടങ്ങളിൽ വരുന്നതും. ഒരുപാട് പറഞ്ഞാൽ ശരിയാവില്ല, കാണണ്ട സിനിമ കാണണമല്ലോ. അത് വളരെ ഗംഭീരമായി എഴുതിയൊരു തിരക്കഥയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയാണ്. അപ്പം അത് പിന്നെ ഷൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടാവുന്നത് ഓബിയസ്ലി സർക്കാരിൻ്റെ പ്രോജക്റ്റിൽ ചെയ്യുന്നത് സിനിമയല്ലേ, നമുക്ക് അതിൻ്റേതായിട്ടുള്ള വലിയ ആഘോഷമൊന്നും ഇല്ലാതെ. പണ്ട് നമ്മുടെയൊക്കെ ചില അധ്യാപകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരുപാട് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക്
കുറയും എന്നുള്ളത്. അല്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നാടകങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പൈസ വരും, അതിന്റെ കൂടെ വേറെ കുറെ പ്രശ്നങ്ങളും കൂടെ വരും. പൈസ ഇല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്, രണ്ടിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. അത്ര വലിയ സമ്പന്നതയിൽ നിന്ന് ചെയ്ത ഒരു സിനിമയല്ല, പക്ഷെ അത് ഏറ്റവും മനോഹരമായിട്ട് ഇത് ഒരു വലിയ എഫേർട്ടുണ്ട് ഇതിനകത്ത്. ആ എഫേർട്ടിൻ്റെ റിസൾട്ടും ഇതിൽ ആ ഐഡിയ ഏറ്റവും മനോഹരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നേരത്തെ പറഞ്ഞല്ലോ, ഒരു സീനും അനാവശ്യമായിട്ട് എഴുതിയിട്ടില്ല. അപ്പം അതിനകത്ത് ഇപ്പോൾ ഒരു സീനിൻ്റെ ഒരു പേർപ്പസ് ഉണ്ടാവുമല്ലോ, നമ്മൾ അധികമായിട്ട് ചെയ്യുന്ന ചിലപ്പോൾ അതിന് വേണ്ടി വരില്ല. അപ്പം ഇത് ആ സമയത്ത് ചേട്ടാ അത് വേണ്ട എന്ന് പറയാൻ, അപ്പം ആ തൻ്റെ ക്രാഫ്റ്റിൽ അത്രയും ഗ്രിപ്പുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. ആരും അത് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ഇത് ചെയ്യുമ്പോൾ ചേട്ടാ അവിടെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വർക്കാവും എന്ന് പറയും. നല്ല സജഷൻസ് നമുക്ക് തരികയും നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ ഷൂട്ട് ചെയ്തൊരു ഡയറക്ടറാണ്. ചുരുള് മനുഷ്യർ തിയേറ്ററുകളിൽ പോയി ഈ പ്രോജക്റ്റ് കാണണം. ഇത് ഈ സിനിമ കാണുമ്പോഴാണ് ഇനി വരുന്നൊരു ഈ പ്രോജക്റ്റുകൾ, അതിപ്പം ഗവൺമെൻറ്റിനും അതൊരു ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഇത് മനുഷ്യരിത് ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ റിസൾട്ട് ഉണ്ടാകുന്നത്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാക്കി അവിടെ വെക്കുന്നതിലല്ലോ, ആളുകളിലേക്ക്. ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയുമ്പോൾ അത് ആളുകളുടെ കാശ് തന്നെയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ചെയ്തിട്ട് ആരും കാണാണ്ട് പോരുത്. ഇത് ആളുകൾ കാണുകയും ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇനി വരുന്ന കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഇനി വരാനുണ്ട്, അവർക്കിതൊരു വലിയ പ്രചോദനമാവും. ഈ സിനിമ തിയേറ്ററിൽ വർക്ക് ആവുകയാണെങ്കിൽ, അല്ലാണ്ട് ഗവൺമെൻറ്റേതായിട്ട് തന്നെ OTT സ്പേസ് ഉണ്ട്, ആളുകൾ കാണും. പക്ഷേ ഇതൊരു സോ കോൾഡ് ഒരു ആർട്ട് ഹൗസ് സിനിമ അല്ലത്. ഇതിനകത്തൊരു ക്രൈമും അത് റിവീൽ ചെയ്യുന്നു. ഈ ചുരുളഴിക്കുക എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഗവൺമെന്റിന്റെ മുന്നേ ഉള്ള പ്രൊഡക്ഷനിൽ വന്ന സിനിമകൾ, അത് ഡിവോഴ്സ് ആണെങ്കിലും നിഷിദ്ധമാണെങ്കിലും ഇതിൻ്റെയൊക്കെ സമയത്ത് സർക്കാർ അതിന് വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതായത് ഇതിന് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ളതോ മറ്റ് പ്രൊമോട്ട് ചെയ്യാൻ, ആളുകളിലേക്ക് സിനിമ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ആളുകളിലേക്ക് സിനിമ എത്തിക്കാൻ വേണ്ടതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനം ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിന് ശേഷം B32 മുതൽ 44 വരെ എന്നുള്ള പറഞ്ഞ സിനിമയ്ക്കും ഇതേ വിമർശനം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ചുരുളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ആ ഒരു ശ്രമം എനിക്കൊന്ന് അവർ ചെയ്തതിന്റെ ഗുണം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം. ആ പോരായ്മകൾ പരിഹരിക്കപ്പെടും. കാരണം അവർ പറഞ്ഞതിലൊക്കെ വളരെ കൃത്യമായിട്ട്, മിനി പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ഡിവോഴ്സ്. അതായത് ഈ മറ്റേ അതും വളരെ ഇതെല്ലാം ചർച്ച ചെയ്ത സിനിമകളാണ് കേട്ടോ. പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. ഇവൻ നിഷിദ്ധ അവാർഡുകൾ നേടി, B32 മുതൽ 44 വരെ അവാർഡുകൾ നേടി. ശേഷം ആളുകൾ കണ്ടു. ഞാൻ പറയട്ടെ, അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ കാണുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം, സമയം കണ്ടെത്തി കാണുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം പ്രേക്ഷകർ അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് ഓരോ പ്രേക്ഷകരെയും അത് പ്രേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്, അവരവരുടെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവരിലേക്ക് അത് എത്തുകയും അവരിൽ ആ താല്പര്യം ഉണ്ടാവുകയും അവർ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമകൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിന് പിടിച്ച് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. അല്ല, ഓരോരുത്തർക്ക് സിനിമയുടെ പേർപ്പസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം വിനോദം മാത്രമായിട്ട് കാണുന്നവരെ നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ ഇപ്പം തിയേറ്ററിൽ അവർ വന്ന് കണ്ടില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ അവർ ചിലപ്പോൾ OTT വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം യൂട്യൂബിൽ എന്തോരോ ആളുകൾ ഒരു സിനിമ എടുത്തിട്ട് വേറെ എങ്ങും കാണിക്കാൻ പറ്റും, യൂട്യൂബിൽ ഇട്ടിട്ട് ചർച്ച ചെയ്യാവുന്ന സിനിമകളുണ്ട്. അൾട്ടിമേറ്റ്ലി ആ സിനിമ പറയുന്നത് കലർപ്പില്ലാത്ത വാട്ട് എവർ ഇറ്റ് ഇസ്, എന്താണോ അതിൻ്റെ പേർപ്പസ്, അത് കലർപ്പില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവഞ്ച്വലി അത് കാണേണ്ടവരിലേക്ക് എത്തും എന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു. തിയേറ്ററിൽ വന്ന് കാണുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സിനിമകൾ കാണാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും തിയേറ്ററിൽ അത് വന്ന് കാണുക എന്ന് പറയുന്നൊരു പ്രവൃത്തി. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ നാളെ KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ സ്ഥിരമായിട്ട് ആളുകളെ കൊണ്ടുവരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നല്ല സിനിമകളും സംഭവിക്കും. ഇതില് വലിയൊരു ഭാഗം ആവാസ വ്യൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ OTT വന്നതിന് ശേഷം അതിന് ലോകവ്യാപകമായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടി. പക്ഷെ അതേസമയം തിയേറ്ററുകളിൽ അത്
ഇല്ല, തിയേറ്ററിൽ അത് വന്നിട്ടില്ല. ഒരിക്കലും അത് തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ അതിനകത്തൊരു തിയേറ്റർ ഡിസൈൻ ഉണ്ടായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ IFFKയിൽ കണ്ട ഓഡിയൻസിന് ഒരു വാവ് ഫാക്ടർ കൊടുത്തൊരു കാര്യം. അപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇപ്പം ആവാസവ്യൂഹം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോഴും അതിനു മുമ്പ് ഞങ്ങൾ ചെയ്തൊരു സിനിമയുണ്ട്, വൃത്താകൃതിയിലുള്ള ചതുരം എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ ആദ്യത്തെ സിനിമയാണ്. അപ്പം അത് IFFKയിൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ വന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന ജെല്ലിക്കെട്ടായിരുന്നു. ആ സിനിമ ഏതെങ്കിലും OTT വാങ്ങിക്കുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഇവൻച്വലി എനിക്കൊന്ന് കൂടെ എന്ന് പറഞ്ഞൊരു OTTയിലുണ്ടായിരുന്നു, പിന്നെ MX പ്ലെയറിലുണ്ടായിരുന്നു. അപ്പോൾ അല്ലാണ്ട് യൂട്യൂബിൽ തന്നെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. അത് കണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി ആ സിനിമ നല്ലതാണെങ്കിൽ അതിൻ്റെ ഓഡിയൻസിനെ അത് റീച്ച് ചെയ്യുന്നതിനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ നമ്മളൊരിക്കലും ആ സിനിമയെ വിട്ടു കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ ജസ്റ്റ് ഫൈറ്റ് ഫോർ യുവർ ഫിലിം. ഇഫ് യു ട്രസ്റ്റ് ഇൻ ഇറ്റ്, ഫൈറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ അത് ആ ഒരു സിനിമ തന്ന ഇൻസ്പിറേഷനിലാണ് ആവാസവ്യൂഹം ഉണ്ടായത്. അവിടുന്ന് പിന്നെ ഇനി പുള്ളി ചെയ്യാണ്ടിരിക്കുന്ന വലിയ വലിയ സിനിമകളാണ്. അപ്പം അത് ഒരു പുതിയ കൈൻഡ് ഓഫ് ഫിലിം മേക്കിങ്ങിലേക്ക് തന്നെ ഇനി അത് ലീഡ് ചെയ്യും. ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ആവാസവ്യൂഹം പോലുള്ളൊരു സിനിമ ഇപ്പം നമ്മുടെ കയ്യിലൊരു നല്ലൊരു കണ്ടൻറ് ഉണ്ട്, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അത് ചെയ്യാനെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോയി ചെയ്യാനുള്ളൊരു ധൈര്യം ആ ഒരു സിനിമ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, അതുവരെ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ആർട്ട് ഹൗസ് സിനിമകളിലെ അത് കാണുമ്പം ഉള്ളതുപോലെയല്ല ആളുകൾ ആവാസവ്യൂഹത്തിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതിപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് കരിക്കിനെ കുറിച്ചും ആവാസവ്യൂഹത്തിനെ കുറിച്ചാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നതോട് ഞാൻ ഒരുപാട് കാരണം അവർക്ക് ചേട്ടാ ഞങ്ങൾക്ക് പക്ഷേ അത് ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ, നമ്മുടെ കയ്യിൽ ഇത്രയൊന്നും ബഡ്ജറ്റില്ല. അപ്പം ഞാൻ അവരോട് പറയും, നിനക്ക് ആവാസവ്യൂഹം ചെയ്ത ബഡ്ജറ്റ് അറിയാമോ? ഇല്ല. നീ ഈ പറഞ്ഞതിനെയൊക്കെ കാട്ടി വളരെ ചെറിയ ബഡ്ജറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം കുറ്റങ്ങൾ പറയാണ്ട് ഇപ്പം കൃഷ്ണാധനം പറയുന്നതാണ്, ബഡ്ജറ്റ് കുറയും തോറും ക്രിയേറ്റിവിറ്റി കൂടുമ്പോൾ ഇത് വേറെ കൈൻഡ് ഓഫ് ചിലപ്പം സ്റ്റോറി ടെല്ലിങ്ങിലേക്കായിരിക്കും അത് വഴി ഉറക്കുന്നത്. അപ്പം ഉണ്ടാക്കുന്നൊരു പോസിബിലിറ്റീസ് വളരെ വലുതാണ്. അത് ചിന്തിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം, നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല. നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് പക്ഷെ ഇതിനെ കവച്ച് വെക്കാൻ നമുക്ക് എന്ത് അഡീഷണലി ചെയ്യാൻ പറ്റും, അവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. അതിൽ തന്നെ പ്രമോദേട്ടൻ്റെ ക്യാരക്ടർ ഒരുപാട് അപ്രിസിയേഷൻസ് നേടുന്നുണ്ട്. കണ്ട ആളുകളൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അദ്ദേഹമാണെങ്കിൽ ഒരുപാട് മെയിൻ സ്ട്രീം കഥാപാത്രങ്ങളിലേക്ക് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് പോലും കിട്ടുന്ന ഒരു വലിയ സ്പേസ് ആണ് ചുരുൾ എന്ന് പറഞ്ഞു. ആ കഥാപാത്രം നിങ്ങൾ കണ്ടിരുന്നത്? പ്രമോദിന് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്, തിയേറ്ററിലും ഒക്കെ. അപ്പം അതിൻ്റേതായിട്ടുള്ള ജീവിതാനുഭവങ്ങളുള്ള കയ്യിലുള്ളതിൻ്റെ അഹങ്കാരം പ്രമോദിനുണ്ട്. കേൾക്കണ്ട, റോബർട്ടിനോട് കഥ പറയായിരുന്നു കഴിഞ്ഞാലേ എനിക്ക് തീരില്ല. പ്രമോദ് ഇങ്ങനെ ധാരാളം കൈ നിറച്ച് കഥകൾ, മറ്റേ വലിയ സീരീസ് ഒന്നും അല്ല, അത് വലിയൊരു അത് മാത്രം ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്ക് കയ്യിൽ പോകും. അതാണ് ഇടയ്ക്ക് കയറി കയറുന്നത്. പ്രമോദ് ആ ക്യാരക്ടറെ ഏറ്റവും മനോഹരമായിട്ട് കുറച്ച് ദിവസങ്ങളെ നമുക്ക് ഉണ്ടായിരുന്നു. ആ 3 കാലഘട്ടത്തിലേക്ക് പ്രമോദ് അതിന് ഒരുപാട് പെയിനായി ആ ക്രൂവിൻ്റെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും. അല്ല, ഒരു ഗംഭീര കഥാപാത്രമാണത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കണക്കുള്ളൊരു ക്യാരക്ടറാണ് അത്. പ്രമോദിനെ പോലെ ഒരു നല്ല ആക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് കിട്ടേണ്ട ഒരു ഡയമെൻഷൻസ് അല്ലെങ്കിൽ ലേയേഴ്സ് പുള്ളി പോലൊരു ആക്ടർക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും. അത് പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതായത് ഇതൊരു സംവരണത്തിൽ വരുന്ന സിനിമ എന്ന് പറയുന്നത്, അത് പലപ്പോഴും പലരും ഈ ഒരു പ്രൊജക്റ്റിനെ തന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് ഇത്ര ഒരു അവസരം വേണ്ടയോ എന്ന് തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെ, അത് സിനിമയിലും സജീവമായി. ഈ സ്ത്രീ കാരണം ഒരു എല്ലാവരിലേക്കും എത്തണം എന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. ഇപ്പം സ്ത്രീകൾക്ക് സംവരണം ഇത്ര സിനിമ, അപ്പം അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്ത് ഇതിങ്ങനെ ഒരു അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അത് ഉറപ്പ് വരുത്തേണ്ടുന്നത് ആവശ്യമാണ്. അതൊരു സാമൂഹിക നീതിയുടെ ഭാഗമാണ്. നമ്മളിതിനകത്തൊക്കെ നമ്മുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സംവരണത്തിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അതല്ല, ഓടിയെത്താത്ത മനുഷ്യരെ കുറിച്ചുള്ള ആലോചനയാണ് സംവരണം. ഇന്നും ഓടിയെത്താത്ത മനുഷ്യരുണ്ട്. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ചരിത്രം. നമ്മൾ ആരുടെ ചരിത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ ഇപ്പം കാക്കാരിശി നാടകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൂടിയാട്ടം കണ്ടിട്ടുണ്ടാവുമല്ലോ. കൂടിയാട്ടം കണ്ടിട്ടുണ്ട്.
ഇന്ത്യയുടെ ഇല്ല കേരളത്തിൻ്റെ കല എന്ന് പറയുന്ന ആദ്യം നമ്മൾ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്താണ്? മോഹിനിയാട്ടം, ഇല്ലെന്നുണ്ടെങ്കിൽ കഥകളിയും കൃഷ്ണനാട്ടവും കൂടിയാട്ടവും ചാക്യാർകൂത്തും ഇതൊക്കെയാണ് അല്ലേ, ഓട്ടംതുള്ളലും ഒക്കെയാണ്. അവിടെയൊന്നും ഇതൊന്നുമില്ല. പിന്നെ റിച്വൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, തെയ്യം, പടയണി പോലെയൊക്കെയുള്ളത്, തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്ത്, ഈ കാക്കാരിശ്ശി നാടകം, സീതകളി, ഭരതർകളി, അതൊക്കെ പേര് മാറ്റിയതാണ് കേട്ടോ. അത് ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കലകൾ, കരടികളി, കൊല്ലത്തുള്ള ഇതാണ്. അപ്പം ഇതൊന്നും കാരണം ഇതൊന്നും നമ്മുടെ ഏറ്റവും മികച്ച കലകളായിട്ട് നമ്മൾ കേരളത്തിൻ്റെ കലകളായിട്ട് നമ്മൾ ഉയർത്തിയിട്ടില്ല. ഇതാണ് ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തിയതും ഞാൻ പറഞ്ഞില്ലേ, മനകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ, രാജകൊട്ടാരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ചില തെളിവുകൾ വെച്ച് മാത്രമാണ് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പറയുന്നത്. ചരിത്രം അന്വേഷിച്ച് ഒരിക്കലും ചാളകളിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഈ മറ്റേ മുട്ടിന് മുകളിൽ മുണ്ടെടുത്ത് നടന്ന മനുഷ്യരുടെ അവിടേക്ക് പോയിട്ടില്ല. അവരുടെയൊക്കെ എന്താ പറയുക, അവരെയൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചരിത്രം എപ്പോഴും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ കൂടെ നിന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. കൊല്ലം തോട് കുഴിച്ചത്, അതായത് പരവൂർ കായലും അഷ്ടമുടി കായലും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കൊല്ലം തോടുണ്ട്. അത് രാജാവ് കുഴിച്ചതാണെന്നാണ് പറയുന്നത്. നവീകരണം പരിപാടികളൊക്കെ കൊല്ലം തോട് രാജാവ് കുഴിച്ചതാണെന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. രാജാവ് വന്നിട്ട് കുഴിച്ചു. ഏറ്റവും വലിയ വിരോധാഭാസം എറണാകുളം സൗത്തിന്റെ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി രാജാവിന്റെ പേര് ഇടണമെന്ന് KSFDC പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊരു മറ്റേ സർക്കാരിനെ മറ്റേ ഗ്ലോറിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡോ അങ്ങനെയുള്ള സാധനം അത് KSFDC ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. ഇത് പറയുമ്പോഴും ചെയ്യുന്ന നല്ല കാര്യം പറയാനുള്ളത്, കാരണം അവർ ആ കണ്ടന്റിനെ മാത്രമാണ്, സിനിമയെ മാത്രമാണ് കാണുന്നത്. അല്ലാണ്ട് ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നയാൾക്ക് ദോഷം അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കൊന്നും മറ്റു പലയിടത്തും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇതാണ്. അതിനകത്ത് ഇന്ന പ്രോജക്റ്റ് ആണെന്ന് പറയുന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ സിനിമയ്ക്കകത്തെ വിവേചനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരുപാട് വർഷങ്ങളുടെ ഫൈറ്റിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് തരത്തിലുള്ള വിവേചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, സിനിമയ്ക്കകത്ത് ഉള്ള ഇപ്പം ലൈറ്റ് ബോയ്ക്കോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും കിട്ടാത്ത അവർക്കുള്ള അത്ര പോലും പരിഗണന ബാക്കിയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾക്കോ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഇവർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നുപോലെ പറയുന്നത്. അപ്പോൾ ഒരു ജെൻഡറിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരുടെയും കൂടെ കാര്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നമുക്ക് കാണാൻ പറ്റും. അതിനോട് എടുക്കുന്ന ഒരു ടേക്ക് എന്താണ്? സിനിമയിൽ ജനാധിപത്യമില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ ജനാധിപത്യം തീരുമാനിക്കുന്നത് മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം ടൊവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് ഉള്ളൂ. ആ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്കോ അദ്ദേഹത്തിന് പറ്റുള്ളൂ. എനിക്കൊന്നും മാർക്കറ്റൊന്നുമില്ല. നിങ്ങൾക്കുണ്ടോ മാർക്കറ്റ്? ഇല്ല. ഇപ്പോൾ ടൊവിനോ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ ടൊവിനോയുടെ മാർക്കറ്റിന് ഒരു പരിഗണനയുണ്ട്, മനസ്സിലായി? ഈ ടൊവിനോയുടെ ഡേറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അവിടെ ലൈറ്റ് ബോയ് ഉണ്ടാവുന്നതും യൂണിറ്റും എല്ലാം ഉണ്ടാവും, ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നത്, ഡയറക്ടർ, സിനിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്നതും. പിന്നെ ഇതൊരു സാമ്പത്തികത്തിൻ്റെ ഒരു കാര്യവും കൂടിയുണ്ട് ഇതിനകത്ത്. സമ്പത്ത് എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു ഇത്. പക്ഷെ അവിടെയും മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് അല്ലേ മുന്നിൽ നിൽക്കേണ്ടത്? അങ്ങനെ ആ റൈറ്റ്സിനെ ഇന്നത്തെ തലമുറ, ഞാനത് പ്രത്യേകിച്ച് ഞാൻ പറയാം, എൻ്റെ റൈറ്റ്സിനെ പിടിച്ചു വാങ്ങുന്നൊരു തലമുറയുണ്ട് സിനിമയിൽ. എനിക്ക് കാരണം ഞാൻ ഒരുപാട് അസിസ്റ്റൻറ്റ്
ചില എനിക്കറിയാവുന്ന ഒരാൾ, എനിക്ക് എൻ്റേതായ പരിഗണന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ ആളുകളുണ്ട്. പക്ഷെ എത്ര പേർക്ക് അത് സാധ്യമാവും? പക്ഷെ അവിടെയാണ് ഇതൊന്നും നാളത്തേക്ക് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു നല്ലൊരു ഇത് ഉണ്ട് കിട്ടും, ഇല്ലെങ്കിൽ എനിക്കും ഒരു മാർക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിന് വലിയൊരു ചിറക് മുളയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വേദനകൾ എന്നെ സംബന്ധിച്ച് എനിക്കും വേദനകൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അതിനെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടീം വർക്ക്. ഏറ്റവും നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുന്നൊരു നടൻ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടൻ വളരെ മോശമായിട്ട് പെട്ടെന്ന് നമ്മളോട് സംസാരിച്ചു എന്ന് വയ്ക്കും. ഇല്ല നീ അങ്ങോട്ട് പോയി, നമ്മളത് അയാളെ പ്രതിഭയെ ഓർത്ത് ചിലപ്പോൾ നമ്മളങ്ങ് ക്ഷമിച്ചു എന്ന് വരും. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ആക്ടർ, ഇളന്തരവിടെ ഒന്നിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം മികച്ച നടനാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഇരിക്കും, എനിക്ക് ആളിനെ മനസ്സിലായില്ലായിരുന്നു. പക്ഷേ അതൊരു അദ്ദേഹത്തിൻ്റെ പ്രതിഭ ചെറുതല്ല. നമ്മൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ പടമല്ലേ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ എനിക്ക് പറയാൻ തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഭയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ കാലം കഴിയുമ്പോഴത്തേന് ചിലപ്പം എനിക്ക് ചിലപ്പം അത് ഇഷ്ടമായില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ സ്പേസിലും എല്ലാ തരത്തിലുമുള്ള പരിഗണന ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം ആക്ടർ എന്ന രീതിയിലായിരിക്കാം, മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കാം, ക്യാമറാമാൻ എന്നൊക്കെ പറയുന്നൊരു രീതിയിലായിരിക്കാം എല്ലാവരും. അപ്പോൾ ആ പരിഗണനയ്ക്ക് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരുമ്പോഴത്തേന് ചിലപ്പം, ഇല്ലെങ്കിൽ പരിഗണന ലഭിക്കുന്നില്ല എന്ന് ചില മനുഷ്യർക്ക് തോന്നിയാൽ കുറ്റപ്പറയാനൊന്നും പറ്റില്ല. അവർ പരാതി പറഞ്ഞാൽ അത് കേൾക്കുക എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ സിനിമയുടെ എല്ലാ ഇതും. പിന്നെ ഇത് കാര്യമെന്ന് വെച്ചാൽ സിനിമയിൽ മാത്രമല്ല. ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ പ്രിവെൻഷൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമുക്കിപ്പം അവിടെ ആളുകൾ കൂടുതൽ ഇൻഫോംഡ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ 2019 വന്ന ആളാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സെറ്റുകളിലൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പം എൻ്റെ അനുഭവത്തിലും ഇല്ല കേട്ടോ. ഞാനിപ്പം ഇപ്പം ടർബോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻട്രോ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അതും ഓവർനൈറ്റാണ്. അപ്പോൾ ഇവർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് അവിടെ ബയോ ടോയ്ലറ്റ്സ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പം അതിപ്പോൾ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം 2019 റിപ്പോർട്ട് ഉണ്ടായതെന്ന് തോന്നി. ഇപ്പോഴാണ് പുറത്ത് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഡയറക്ഷൻ ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റി അപ്പം ICC ഉണ്ടായിരുന്നു. അതിനെ പ്രിസൈഡ് ചെയ്യുന്ന ആളുകൾ അത് അതിൻ്റെ എനിക്കൊന്നൊരു കംപ്ലയിൻറ്റ് റൈസ് ചെയ്യാതെ അതിൻ്റെ രീതിക്ക് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പല പ്രപ്പോസൽസും എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പേ പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വസ്ത്രം മാറാൻ ചില സ്ഥലത്തൊന്നും വസ്ത്രം മാറാനൊന്നും ആണുങ്ങൾക്ക് പോലും വസ്ത്രം മാറാൻ സ്ഥലം കിട്ടാത്ത ചില സ്ഥലങ്ങളുണ്ടാവും. ഒരു 100-150 ആളുകൾ ഒരുമിച്ച് നിന്ന് അങ്ങനെ ഒരു മുറി പോലും ഇല്ലാത്ത ചില ലൊക്കേഷനുകളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പം 2-3 ക്യാരവാനായിരിക്കും, മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ക്യാരവാൻ ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ 10 പേരൊക്കെ ഇരിക്കുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനെ ഈ സ്ത്രീകൾ വേതനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ആൺ പെൺ വേർതിരിവെന്നല്ല. ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ മേടിക്കുന്ന പൈസ എനിക്ക് ഒരു ഐഷേട്ടിനോ കിട്ടില്ല. അപ്പോൾ അവിടെ ആൺ പെൺ വേർതിരിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അപ്പോൾ അത് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം ആണുങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ തന്നെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ പേയ്മെൻറ്റ് ആയിരിക്കും ഒരു ലീഡ് റോൾ ചെയ്യുന്നവർ സ്ത്രീകൾക്കിടയിൽ തന്നെ. അപ്പം അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു എല്ലാവരും ചേർന്നിട്ടൊരു യോഗം ഉണ്ടെന്ന് തോന്നുന്നു, 2 മാസത്തിൽ എന്തോ ഒരു ഇതുണ്ട്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതൊന്നും പ്രാക്ടിക്കൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോരം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ 10 ദിവസം വർക്ക് ചെയ്താൽ വാങ്ങുന്ന പേയ്മെൻ്റ് അല്ല ചിലപ്പോൾ ഒരു ദിവസം വന്ന് വർക്ക് ചെയ്താൽ മേടിക്കുന്ന ഒരാൾ ഒരു ഫീമെയിലായിരിക്കാം. ചിലപ്പം ഞാൻ 10 ദിവസം കൊണ്ട് വാങ്ങുന്ന പൈസ ആയിരിക്കും അവർ ഒരു ദിവസം അവർ വന്ന് ബാർഗെയിൻ ചെയ്യുന്ന. കാരണം ഇപ്പം പഴയ പോലെ അല്ല, എനിക്ക് ഇത്ര രൂപ തന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറയുന്ന അങ്ങനെ സംസാരിക്കാറുണ്ട്. ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം അവരുടെ ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ടെൻറ്റുകൾ അടിച്ച് സിനിമകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഇനി ഇത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പലതും നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ 100-150 പേര് വരുമ്പം ഇത് മതിയാകാതെ വരും. ഈ എല്ലാ സജ്ജീകരണം ഞാൻ നമുക്ക് പോലും നിലാവത്തഴിച്ച് വിട്ട കോഴിയെ പോലെ നമ്മൾ നടക്കേണ്ട ഈ തുണിയും പിടിച്ച് ഞാൻ നടന്നു പോയിട്ടുണ്ട്. കാരണം ഇത് ഉടുക്കണ്ടേ. ഇപ്പം സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇപ്പം ഓണത്തിനിറങ്ങാമെന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അത് കടലിലാണ് കഥ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 13 പേര് ബോട്ടിൽ പോകുന്നൊരു കഥയാണ്. കടലിൻ്റെ നടുക്ക് നമുക്ക് ക്യാരവൻ കൊണ്ടിടാനോ അല്ലെങ്കിൽ ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പരിചയിച്ച് ശീലിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല. അപ്പം കഥ അവർക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കംഫർട്ടബിൾ ആക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഇപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് നോംസ് ഉണ്ടാക്കുന്നു. ഇത് എല്ലാ സിനിമകളിലും അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇത് സിനിമയാണല്ലോ. നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റിൽ പോലും ഒരു ഓഫീസിൽ പോലും ജോലി ചെയ്യാമല്ലോ. നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഡേ ടു ഡേ ബേസിസിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു തീരുമാനം ഇതിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാ പരാതികളും തീർത്തുകൊണ്ട് നമുക്കൊരിക്കലും ഒരു നിയമവും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻസ് അത് നിൽക്കട്ടെ, അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്കും ഈ ആർട്ടിനും ഗുണപറ്റി ഉണ്ടാകുന്ന രീതിയിൽ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ രീതിയിലും എല്ലാ പരിഗണനകളോടും കൂടി ഇത് നിലനിൽക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാവിധ ആശംസകളും ചുരുളിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും മലയാള സിനിമയ്ക്കും. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. ചുരുള് റിലീസാവുകയാണ്. തിയേറ്ററുകളിൽ പോയി നിങ്ങൾ ഈ സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ തുറന്നെഴുതുകയും ചെയ്യണം. അത് അരുണെന്നും അതുപോലെ തന്നെ അതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഈ പ്രോജക്റ്റിനും അതൊരു പ്രയോജനമാണ്. ഓഗസ്റ്റ് 30-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങുകയാണ്. ഒരുപാട് തിയേറ്ററുകളിലില്ല. അപ്പം പക്ഷേ എല്ലാ ജില്ലകളിലും റിലീസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം കഴിവതും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇങ്ങനെയുള്ള സിനിമകൾ തിയേറ്ററിൽ വിജയിച്ചാൽ ഇനിയും ഇതേപോലുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാകാനുള്ളൊരു കാരണം കൂടിയാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. നല്ലതോ ചീത്തയോ നിങ്ങളുടെ അഭിപ്രായം അത് ചർച്ച ചെയ്യുക.